നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരും ജീവിത കർത്താവ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഒരു നിമിഷം നമുക്ക് ഓർത്തെടുക്കാം. ഈ നിമിഷം വരെ എൻ്റെ ജീവിതത്തിൽ കർത്താവ് കടന്നു വന്ന് പ്രവർത്തിച്ച നിമിഷങ്ങൾ, അയോഗ്യരെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന കർത്താവ് നമ്മളെ ചേർത്ത് പിടിച്ച നിമിഷങ്ങൾ, നമ്മളോട് കരുണ കാണിച്ച നിമിഷങ്ങൾ, അതെല്ലാം ഓർത്തെടുത്തുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നന്ദി പറയാം. നമ്മെ സ്നേഹിക്കുന്നവൻ, നമ്മെ കരുതുന്നവൻ ഇതാ ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ആ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നന്ദി പറയുവാനും ലഭിക്കുന്ന നിമിഷങ്ങൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്ന ഒന്നാണ്. ആ ഒരു ബോധ്യത്തിൽ ഈ കൃപയുടെ സമയത്ത് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് നമുക്ക് ധ്യാനിക്കാം. ഇതിനുശേഷം യേശു തിബേരിയാസ് കടൽത്തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ വെളിപ്പെടുത്തി. ആ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്: ശിമയോൻ പത്രോസ്, ദിദീമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ്, ഗലീലിലെ കാനായിൽ നിന്നുള്ള നഥാനിയേൽ, സെബദീ പുത്രന്മാർ എന്നിവരും വേറെ 2 ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയായിരുന്നു. ശിമയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളും നിന്നോട് കൂടെ വരുന്നു. അവർ പോയി വള്ളത്തിൽ കയറി. എന്നാൽ ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല. ഉഷസ്സായപ്പോൾ യേശു കടൽക്കരയിൽ വന്നു നിന്നു. എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. അവൻ പറഞ്ഞു, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അവർ വലയിട്ടു. അപ്പോൾ വലയിലകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക്യം നിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ശിമയോൻ പത്രോസ് താൻ നഗ്നനായിരുന്നത് കൊണ്ട് പുറങ്കുപ്പായം എടുത്തു ധരിച്ച് കടലിലേക്ക് ചാടി. എന്നാൽ മറ്റു ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ വന്നു. അവർ കരയിൽ നിന്നും ഏകദേശം 200 മുഴത്തിലധികം അകലെയല്ലായിരുന്നു. കരയ്ക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. യേശു പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തെ കുറേ കൊണ്ടുവരുവിൻ. ഉടനെ ശിമയോൻ പത്രോസ് വള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല വലിച്ച് കരയ്ക്ക് കയറ്റി. അതിൽ 153 മത്സ്യങ്ങളുണ്ടായിരുന്നു. ഇത്രയധികം ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു പറഞ്ഞു, വന്ന് പ്രാതൽ കഴിക്കുവേൻ. ശിഷ്യന്മാരിൽ ആരും അവരോട് നീ ആരാണ് എന്ന് ചോദിക്കാൻ മുതിർന്നില്ല. അത് കർത്താവാണെന്ന് അവർ അറിഞ്ഞിരുന്നു. യേശു വന്നപ്പം എടുത്ത് അവർക്ക് കൊടുത്തു. അതുപോലെ തന്നെ മത്സ്യവും. യേശു മരിച്ചതിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഇത് 3-ാം പ്രാവശ്യമാണ്. സ്നേഹമുള്ളവരെ, ഈ ഒരു വചനഭാഗം ഇന്നലെ ഞായറാഴ്ചയിലെ വചനത്തിൻ്റെ ഭാഗം നമ്മൾ അനുസ്മരിച്ച ഒന്നാണ്. ഓരോ വായനയിലൂടെയും കർത്താവ് നമ്മളോട് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കാര്യം അത് വളരെ വ്യക്തമാക്കുന്ന ഒന്നായിരുന്നു ഇന്നലെ നമ്മൾ വായിച്ചു കേട്ട എല്ലാ വായനകളും. അതിൽ പ്രധാനമായി എടുത്തു കാണിക്കുന്ന ഒന്നാണ് സുവിശേഷത്തിലെ ഈ ഒരു ഭാഗം. ഇവിടെ നമ്മൾ തികച്ചും മനസ്സിലാക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് യേശു വീണ്ടും നമ്മളെ തേടിയിറങ്ങുന്നവനാണ് എന്നുള്ളതാണ്. ഇവിടെ ആ കൂടിയിരുന്ന ശിഷ്യന്മാരുടെ ആ ഒരു സമൂഹത്തിലേക്ക് നോക്കുക. 7 പേര് അവർ ഉണ്ട്. അതിൽ തന്നെ തനിക്കും യേശുവിനെ കാണണമെന്ന് വാശി പിടിച്ച തോമസ് ഉണ്ട്. ഈശോയെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസ് ഉണ്ട്. അങ്ങനെ സെബദീപുത്രന്മാരുണ്ട്, ഈശോയുടെ വലതും ഇടതും ഇരിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ച. അപ്പോൾ ഒരുവിധം പ്രധാന ശിഷ്യന്മാരെല്ലാവരും തന്നെ
ആ ഒരു സമൂഹത്തിലുണ്ട്. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴും യേശു അവരുടെ ജീവിതത്തിലേക്ക് വീണ്ടും പ്രത്യക്ഷപ്പെട്ട അനുഭവം അവർക്കുണ്ടായിരുന്നിട്ട് കൂടി അവർ തങ്ങളുടെ പഴയ ജീവിതത്തിലേക്ക് തിരികെ പോകുവാൻ പരിശ്രമിച്ചു എന്നുള്ളതാണ്. യേശു അവരുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പത്രോസ്ലീഹായെ സംബന്ധിച്ച് യേശുവിനെ തള്ളിപ്പറഞ്ഞ ആ ഒരു വേദന മനസ്സിൽ നിന്ന് പൂർണ്ണമായും മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമായിരിക്കും അത്. കാരണം തൻ്റെ ഗുരുവിനെ താൻ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. തനിക്ക് വേണ്ട മുന്നറിയിപ്പുകൾ നൽകിയിട്ടും അതൊന്നും പരിഗണിക്കാതെ തൻ്റെ ഗുരുവിനെ 3 പ്രാവശ്യം തള്ളിക്കളഞ്ഞല്ലോ അല്ലെങ്കിൽ തള്ളിപ്പറഞ്ഞല്ലോ എന്ന വേദന പത്രോസ്ലീഹായുടെ മനസ്സിലുണ്ട്. എന്നിട്ടും വളരെ സ്നേഹത്തോടെ കർത്താവ് തൻ്റെ ആ പ്രിയ ശിഷ്യനെ നോക്കുന്നുണ്ട്. ആ കോഴി കൂവുന്ന നിമിഷം യേശു പത്രോസിനെ നോക്കുന്ന ആ ഒരു സമയം പത്രോസ്ലീഹായുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാണ് ആ കണ്ണുകൾ നിറഞ്ഞത്? കാരണം തന്നെ സ്നേഹിച്ച, തന്നെ വളർത്തിയ, തന്നെ മറ്റൊരു വ്യക്തിയാക്കി മാറ്റിയ തൻ്റെ ഗുരുവിനെയാണ് താൻ വെറും ഒരു പരിചാരികയുടെ മുമ്പിൽ തള്ളിപ്പറഞ്ഞത്. അതോർത്ത് നോക്കുമ്പോൾ പത്രോസ്ലീഹായെ സംബന്ധിച്ച് ഒത്തിരിയേറെ വേദന തോന്നിയിട്ടുണ്ട്. എന്നാൽ പിന്നീട് ഉദ്ധാനത്തിന് ശേഷം യേശു അവരുടെ ഇടയിലേക്ക് കടന്നു വന്ന നിങ്ങൾക്ക് സമാധാനം എന്ന് ആശംസിച്ചപ്പോഴും അത് യേശുവായിരുന്നു എന്ന് പൂർണ്ണമായി വിശ്വസിക്കുവാൻ നമുക്ക് സാധിച്ചില്ല എന്നാണ് ഇന്നത്തെ വചനഭാഗം നമ്മളോട് പറയുക. കാരണം അത്രമാത്രം അനുഭവമുണ്ടായ ഒരു വ്യക്തി വീണ്ടും തൻ്റെ പഴയകാല ജീവിതത്തിലേക്ക് തിരികെ പോകാൻ ആഗ്രഹിച്ചു എന്നത് ഒരിക്കലും നമുക്ക് ഉത്തരം കിട്ടാത്ത ഒരു അനുഭവമായിരിക്കും അത്. ഒന്നാലോചിച്ച് നോക്കുക, നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വന്ന് പ്രവർത്തിച്ചതിന് ശേഷവും വീണ്ടും പഴയ ജീവിത ശൈലിയിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവത്തെ ഞാൻ എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ദൈവത്തെ ഞാൻ എത്രമാത്രം അനുഭവിച്ചിട്ടുണ്ട്. ഇവിടെ പത്രോസ്ലീഹായുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അതുതന്നെയാണ്. ആ ശിഷ്യഗണത്തെ മുഴുവനായിട്ട് എടുക്കുമ്പോഴും എപ്പോഴും പത്രോസ്ലീഹായ്ക്ക് ഒരു പ്രഥമ സ്ഥാനം ലഭിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. യേശുവിൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാ പ്രധാന സംഭവങ്ങളിലും പത്രോസിന് സാന്നിധ്യമുണ്ട്. അപ്പോൾ പത്രോസിന് തീർച്ചയായും ആ ശിഷ്യഗണത്തിൽ ഒരു പ്രഥമ സ്ഥാനം ലഭിച്ചിരുന്നു. ആ ഒരു സ്ഥാനത്തിരിക്കുമ്പോഴും മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് മാറേണ്ട വ്യക്തി ഇവിടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വീണ്ടും നിരാശയുടെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ജീവിതം വെറുതെയായി പോയി എന്ന ഒരു സന്ദേശമാണ് ഇവിടെ പത്രോസ് മറ്റു ശിഷ്യന്മാർക്ക് പകർന്നു നൽകുക. കാരണം അതുകൊണ്ടാണ് ഞാൻ മീൻ പിടിക്കാൻ പോകുകയാണ് എന്ന് പത്രോസ് അവിടെ പറയുക. തൻ്റെ പഴയ ജീവിതത്തിലേക്ക്, തൻ്റെ പഴയ ജീവിത രീതികളിലേക്ക് പോകുവാൻ തയ്യാറെടുക്കുന്ന പത്രോസ്. എന്നാൽ പത്രോസ് പോലും മനസ്സിലാക്കാത്ത ഒരു കാര്യം, തൻ്റെ ആ ഒരു പ്രവൃത്തി യേശുവിൻ്റെ ശിഷ്യഗണത്തിൽ ഒത്തിരിയേറെ പേർക്ക് ഒരു ദുർമാതൃകയായിട്ട് മാറുന്നുണ്ട്. മുന്നിൽ നിന്ന് ധീരതയോടെ പ്രവർത്തിക്കേണ്ട താൻ ഇതുപോലെ ഭീരുവായി തൻ്റെ പഴയകാല ജീവിതത്തിലേക്ക് തിരികെ പോകാൻ പരിശ്രമിക്കുമ്പോൾ അത് തൻ്റെ കൂടെയുള്ളവർക്കും ഒരു ദുർമാതൃകയാണ് എന്ന് തിരിച്ചറിയുവാൻ പത്രോസ്ലീഹായ്ക്ക് സാധിക്കുന്നില്ല. അവരെ തടയാൻ പോലും പത്രോസ്ലീഹ തയ്യാറായില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഞങ്ങളും നിന്നോട് കൂടെ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ യാതൊരു വാക്കുകൊണ്ടും തടയാതെ അവരെയും കൂട്ടി അവൻ മീൻ പിടിക്കാൻ പോയത്. പ്രിയമുള്ളവരെ, ഇവിടെ യേശുവിനെ വീണ്ടും ഉപേക്ഷിച്ച് പോകുന്ന ശിഷ്യഗണത്തെ നമ്മൾ കാണുകയാണ്. തന്നെ ഉപേക്ഷിച്ച് പോകുന്ന ആ ശിഷ്യഗണത്തെ അങ്ങനെ ഉപേക്ഷിച്ച് കളയുവാൻ ദൈവത്തിന് ആകുമായിരുന്നില്ല. താൻ എന്തിനു വേണ്ടിയാണ് ഈ ശിഷ്യന്മാരെ തൻ്റെ സ്വന്തമായിട്ട് മാറ്റിയത്, താൻ അവരെ തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാണ് എന്ന് കർത്താവിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. തന്നെ ഏൽപ്പിച്ച ദൗത്യം തൻ്റെ ശിഷ്യന്മാരിലൂടെ നിറവേറണമെന്ന് ആഗ്രഹിച്ചവൻ അങ്ങനെ അവരെ ഉപേക്ഷിച്ച് കളയുവാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് അവരുടെ പുറകെ കർത്താവും കടന്നു ചെല്ലുക. തിബേരിയാസ് കടൽ തീരത്ത് വെച്ച് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കയ്യിൽ വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുന്നവനായി അവൻ കടന്നു വന്നപ്പോൾ അത് കർത്താവാണ് എന്ന് തിരിച്ചറിയുവാൻ പോലും അവൻ്റെ കൂടെ 3 വർഷം സഞ്ചരിച്ച ശിഷ്യന്മാർക്ക് സാധിച്ചില്ല എന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. യേശുവിൻ്റെ നടപ്പും ഇരിപ്പും അവൻ്റെ ശ്വാസവും എല്ലാം തിരിച്ചറിയേണ്ടവരായിരുന്നു യേശുവിൻ്റെ ശിഷ്യന്മാർ. 3 വർഷക്കാലം
യേശുവിനോടൊപ്പം സഞ്ചരിച്ചു. ഓരോ തവണയും യേശുവിൻ്റെ അത്ഭുതകൃത്യങ്ങളിൽ അവർ പങ്കുകാരായി. യേശുവിൻ്റെ പ്രബോധനങ്ങൾ അവരും കേട്ടു. അവർക്ക് വേണ്ടി പ്രത്യേകമായ ക്ലാസ്സുകൾ യേശു എടുത്തിട്ടുണ്ട്. പലപ്പോഴും അവർക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ അവർ മാത്രമുള്ളപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും യേശുവിനെ അനുഭവിച്ചവർ, യേശുവിനെ അറിഞ്ഞവർ ഇവിടെ ആ കടൽ തീരത്ത് നിൽക്കുന്നത് തങ്ങളുടെ ഗുരുവാണെന്ന് തിരിച്ചറിയുവാൻ പോലും കഴിയാതെ മുന്നോട്ട് പോയപ്പോൾ യേശു യാതൊരു തരത്തിലും പരാതി പറയാതെ അവരിൽ നിന്നും ആ പഴയ ജീവിതത്തിലേക്ക് പോകുന്നത് തടയുന്ന കർത്താവിനെയാണ് നമ്മൾ കാണുക. പത്രോസിനെയും സെബദീപുത്രന്മാരെയും കർത്താവ് ആദ്യം തൻ്റെ ശിഷ്യഗണത്തിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ എപ്രകാരമാണോ അവർ കടന്നുപോയത് ആ ഒരു അവസ്ഥയിലൂടെ ഇപ്പോൾ തൻ്റെ ശിഷ്യന്മാർ കടന്നു പോവുകയാണ് എന്ന പൂർണ്ണമായ ബോധ്യത്തിൽ കർത്താവ് അവരോട് പറയുന്നുണ്ട്, വലതുവശത്തേക്ക് വലയിറക്കുക. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും തങ്ങൾക്ക് ലഭിക്കാതിരുന്ന ആ ഒരു അവസരത്തിൽ അവരെ ആദ്യം തിരഞ്ഞെടുത്ത അതേ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആ നിമിഷങ്ങളിൽ അന്ന് യേശു എന്താണോ അവരോട് പറഞ്ഞത് അതുതന്നെ ഇവിടെയും ആവർത്തിക്കുകയാണ്. വീണ്ടും ഒരു പഴയകാല അനുഭവത്തിൻ്റെ സ്മരണ അവരിൽ ഉണർത്തുന്ന രീതിയിൽ യേശു അവരോട് ആ ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ മറ്റൊന്നും പറയാതെ അവർ അതനുസരിച്ചു. അവരുടെ ആ അനുസരണം അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമായിരുന്നു. അവർ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു മീൻപിടുത്തമായി അത് മാറുന്നു. ഉടനെ യേശു സ്നേഹിച്ചിരുന്ന ആ ഒരു ശിഷ്യൻ അത് കർത്താവാണ് എന്ന് തിരിച്ചറിഞ്ഞു. ആ കടൽ തീരത്ത് നിൽക്കുന്നത് തങ്ങളുടെ കർത്താവാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതുവരെ പുറകോട്ട് നിന്നിരുന്നവൻ താൻ നഗ്നനാണ് എന്നറിഞ്ഞപ്പോൾ പുറകുപ്പായം എടുത്തിട്ട് കടലിലേക്ക് എടുത്തു ചാടുകയാണ്. ആപത്തിൽ ഉപേക്ഷിച്ചു പോയവൻ, യേശുവിനെ ഒരു പരിചാരകയുടെ മുമ്പിൽ പോലും തള്ളിപ്പറഞ്ഞവൻ ഇപ്പോൾ ആ കടൽ തീരത്ത് നിൽക്കുന്ന തങ്ങളുടെ കർത്താവാണ് എന്ന് കേട്ടപ്പോൾ ആദ്യം അവൻ്റെ അടുക്കിലെത്തണം എന്ന ആഗ്രഹത്തോടെ ആ വെള്ളത്തിലേക്ക് എടുത്തു ചാടി. മഗ്ദലേന മറിയത്തിലൂടെ അവൻ്റെ ശരീരം ആ കല്ലറയിൽ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ പ്രായം പോലും വകവയ്ക്കാതെ താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ്റെ ഒപ്പം, യേശു ഏറെ സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ്റെ ഒപ്പം ഓടി കല്ലറയിലേക്ക് പോകുന്ന പത്രോസിനെ നമ്മൾ കാണുന്നുണ്ട്. അവിടെയും യേശുവിന് എന്താണ് സംഭവിച്ചത് എന്നറിയുവാൻ അവന് ഒത്തിരിയേറെ ആഗ്രഹമുണ്ടായിരുന്നു. ഇവിടെ ഈ കടൽ തീരത്ത് നിൽക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ആദ്യം എത്തണമെന്ന ആഗ്രഹത്തോടെ അവൻ എടുത്തു ചാടുമ്പോൾ പ്രിയമുള്ളവരെ ഓർക്കുക, തീർച്ചയായും അവൻ പൂർണ്ണമായ ഒരു അനുതാപത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടാകാം. തൻ്റെ തെറ്റ് എന്താണെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ആദ്യമെത്തി തന്നെ പൂർണ്ണമായി അവൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കണമെന്ന് അവന് തോന്നിയത്. മറ്റ് ശിഷ്യന്മാരുടെ കൂടെ യേശുവിനെ സമീപിക്കുന്നതിനേക്കാൾ നല്ലത് അവൻ്റെ അരികിൽ ഒറ്റയ്ക്കായിരുന്നു കൊണ്ട് തന്നെ സമർപ്പിക്കുവാൻ അവൻ തയ്യാറായി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ യേശുവിനെ ഉപേക്ഷിച്ചു പോയ നിമിഷങ്ങളുണ്ടാകാം. മറ്റുള്ളവരുടെ സാന്നിധ്യം ഒരുപക്ഷെ എനിക്കൊരു തടസ്സമായി തോന്നുന്നുണ്ടെങ്കിൽ പത്രോസിനെ പോലെ അവൻ്റെ അരികിലേക്ക് ഒറ്റയ്ക്ക് പോകുവാൻ നാം തയ്യാറാകണം. കർത്താവിൻ്റെ സന്നിധിയിൽ ഒറ്റയ്ക്കിരുന്ന് നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ മുമ്പിൽ ഒന്ന് വിലയിരുത്തുവാൻ പരിശ്രമിക്കണം. കർത്താവ് എത്രമാത്രം വലിയ അനുഗ്രഹമാണ് പത്രോസിൻ്റെയും മറ്റ് ശിഷ്യന്മാരുടെയും ജീവിതത്തിൽ ചൊരിഞ്ഞിട്ടുള്ളത്. തന്നെ തള്ളിപ്പറഞ്ഞവനെ തന്നെ തൻ്റെ സഭയുടെ തലവനായിട്ട് കർത്താവ് തിരഞ്ഞെടുക്കുമ്പോൾ പൂർണ്ണമായ ഒരു അനുതാപത്തിലേക്ക് കർത്താവ് അവനെ കൊണ്ടു ചെല്ലുന്നുണ്ട്. അവൻ്റെ തെറ്റുകൾ ഒരിക്കൽ കൂടി അവനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തന്നെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞവനെ കൊണ്ട് തന്നെ 3 പ്രാവശ്യം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഏറ്റുപറയിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും കർത്താവ് ഒരു പരീക്ഷണം നടത്തും. നമ്മുടെ ഈ തെറ്റുകൾ നമ്മളെ ബോധ്യപ്പെടുത്തും. ശരിയിലേക്ക് കടന്നു വരുവാനുള്ള അവസരം അവൻ തന്നെ നമുക്കായി ഒരുക്കി നൽകും. അതിനാൽ പ്രിയമുള്ള ഒരു കരുണാമയനായ കർത്താവിൻ്റെ സന്നിധിയിൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മൾ മടുപ്പ് കാണിക്കരുത്. അതിന് സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മാറിപ്പോകരുത്. അല്പസമയമെങ്കിലും ദിവസത്തിൽ കർത്താവിന് വേണ്ടി മാറ്റിവെക്കുവാൻ നമ്മൾ തയ്യാറാക്കണം. വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ
കർത്താവിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോഴാണ് കർത്താവിന് നമ്മളെ കൂടുതലായി തൊടാൻ സാധിക്കുക. കർത്താവിന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന നമ്മുടെ തെറ്റുകൾ എന്തൊക്കെയായിരുന്നു എന്ന് കാണിച്ചു തരുവാൻ സാധിക്കുക. ശരിയായ അനുതാപത്തിലേക്ക് നമ്മളെ നയിക്കുവാൻ സാധിക്കുക. അതിനുവേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിച്ച നല്ലവനായ തമ്പുരാന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ നിമിഷം കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.